വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കൊച്ചിയിൽ ട്രാക്കോ കേബിൾ ജീവനക്കാരന്റെ ആത്മഹത്യയെ തുടർന്ന് പ്രതിഷേധവുമായി സഹപ്രവർത്തകർ. ജീവനക്കാരനായ പി ഉണ്ണിയാണ് ആത്മഹത്യ ചെയ്തത്. പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിളിൽ ശമ്പളം മുടങ്ങിയിട്ട് 15 മാസമായെന്ന് ജീവനക്കാർ പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഉണ്ണി ആത്മഹത്യ ചെയ്തതെന്ന് സഹപ്രവർത്തകർ ആരോപിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിളിലെ ജീവനക്കാരൻ പി ഉണ്ണി കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ കുറേ നാളുകളായി ട്രാക്കോ കേബിളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരവും കാര്യങ്ങളും എല്ലാം നിലനിൽക്കുന്നു. ഏതാണ്ട് 11 മാസത്തിലധികം 15 മാസമാകുന്നു ഇവർക്ക് ശമ്പളം അടക്കം ലഭിച്ചിട്ട്. വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ അവർ നേരിടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ചർച്ചകളും കാര്യങ്ങളും പുരോഗമിക്കുന്നൊരു ഭാഗത്ത് പറയുമ്പോൾ കൂടിയാണ് ഒരു ജീവനക്കാരൻ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്നത്. സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഇത് സംഭവിച്ചതെന്നവർ ഒപ്പം ജോലി ചെയ്യുന്ന നേരത്തെ സഹപ്രവർത്തകരെല്ലാം തന്നെ പറയുന്നു. തീർത്തും ദൗർഭാഗ്യകരമായൊരു സംഭവമാണ്. ഇന്നലെയാണ് സംഭവിക്കുന്നത്. ഇന്നലെ ഉച്ചയായപ്പോഴാണ് സംഭവിക്കുന്നത്. ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഉണ്ണി വളരെ 15 മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല. ഇതിൽ 11 മാസമായിട്ട് തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് സാലറി ഇട്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പുള്ളി ഡിപ്രഷനിലായിരുന്നു ശമ്പളം കിട്ടാത്തതിൻ്റെ. അതുപോലെ പല തൊഴിലാളികളും ആത്മഹത്യ ഭീഷണി മുഴക്കിയിട്ട് ഞങ്ങളെല്ലാവരും വളരെ യൂണിറ്റുകളുടെ ഉൾപ്പെടെ ചെന്ന് സമാധാനിച്ചിട്ട് ഇതിൻ്റെ അകത്ത് പോന്നിട്ടുള്ളത്. ഇത് 6 മാസം മുമ്പ് വരെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ഞങ്ങളെ വിളിച്ചിട്ട് ഇതൊരു ന്യായമായിട്ടൊരു പാക്കേജ് നിങ്ങൾക്ക് തരുന്നുണ്ട്, അപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻഫോ പാർക്ക് അതിന് നോട്ട് വിട്ടിട്ടുണ്ടെന്നുള്ളതിലൊക്കെ സംസാരിച്ചാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും സംതൃപ്തരായിരുന്നു. കമ്പനി വിൽക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പാക്കേജ് ഞങ്ങൾ രക്ഷിക്കുന്നുള്ളതിൽ ഞങ്ങൾ അതിൻ്റെ അകത്ത് സമ്മതം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയും ഈ കഴിഞ്ഞ ദിവസം തിരുവല്ല യൂണിറ്റിൽ MD വരികയും, ഞങ്ങൾക്ക് 3 യൂണിറ്റ് ഉണ്ട്, തിരുവല്ല യൂണിറ്റ് പിന്നെ ഒരു കണ്ണൂരുണ്ട്. ഈ തിരുവല്ല യൂണിറ്റിൽ MD വരികയും MD വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പാക്കേജും ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ആ ഒരു മാനസിക പീഡനത്തിലായിരിക്കാം ഉണ്ണി മരണപ്പെട്ടത്. ഉണ്ണി തന്നെ പല ഉണ്ണിമാരും വളരെ വിഷമത്തിലാണ് കമ്പനിയിൽ. എപ്പോഴാണ് ആത്മഹത്യ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു ഇത് വരുമ്പോൾ നമ്മൾ എന്താണ് ഇതിൽ പ്രതിഷേധം അത്തരം കാര്യങ്ങൾ? ഞങ്ങളിപ്പോൾ ഉണ്ണിയുടെ സംസ്കാരം ഇതുള്ളതുകൊണ്ടാണ് ഇന്ന് പ്രതിഷേധിച്ച ബോഡി ഇങ്ങനെ ഇത് നമ്മളെ സഹപ്രവർത്തകനാണല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞങ്ങളിത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാ ഈ കമ്പനിയിൽ പോയി യൂണിയനുമായി ആലോചിച്ച് ശക്തമായ പ്രതിഷേധം ഇതിനെതിരായിട്ട് മുന്നോട്ട് പോകാനാണ്. മറ്റ് കമ്പനി ബ്രാഞ്ചുകളിലൊക്കെ ഇത് തന്നെയാണോ അവസ്ഥ? ഇത് തന്നെയാണ് അവസ്ഥ. ഇന്നിപ്പോൾ തിരുവല്ലയിൽ ഈ പ്രകടനവും പ്രതിഷേധ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. തിരുവല്ല യൂണിറ്റിൽ പ്രതിഷേധ പരിപാടികൾ ഇതെല്ലാം നടക്കുന്നുണ്ട്. ഞങ്ങൾ പ്രതിഷേധിക്കാത്തത് നമ്മൾ ഒരു സഹപ്രവർത്തകൻ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് അതിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. എന്താ MD ഇങ്ങനെ പറഞ്ഞു? മന്ത്രി നൽകിയ ഒരു ഉറപ്പൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ MD ഈ രീതിയിൽ സംസാരിക്കുന്നത്? 6 മാസം മുമ്പ് മന്ത്രി പറഞ്ഞാണ് ഞങ്ങൾക്ക് ഒരു പാക്കേജ് നൽകാമെന്ന് ഞങ്ങളെ തൊഴിലാളി യൂണിയൻ നേതാക്കളെ വിളിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ധാരണയായതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം അതിന് വിരുദ്ധമായിട്ടാണ് MD തിരുവല്ല യൂണിറ്റിൽ ചെന്നുകൊണ്ട് ഈ പാക്കേജ് തരില്ല എന്നുള്ള പ്രഖ്യാപനം ഉണ്ണി അറിയുകയുണ്ടായത്. ഉണ്ണി അടക്കം ഞങ്ങളെല്ലാവരും അറിയാതിന്. അതിൻ്റെ മനോവിഷയത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പേരിൽ MD അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങളുടെ യൂണിയൻ ആവശ്യപ്പെട്ട് ഞങ്ങളെല്ലാ യൂണിയൻ ആവശ്യപ്പെട്ടാണ് MD വാക്ക് വലിക്കാത്തതിൻ്റെ പേരിൽ ഉണ്ണിക്ക് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായത്. അതിന് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഉത്തരവാദി MD ആണ്. MD അറസ്റ്റ് ചെയ്യണമെന്നാണ്. ഈ വിലവർദ്ധനവിൻ്റെ കാലഘട്ടമാണ്. ഈ വിലവർദ്ധന കാലഘട്ടത്തിൽ 4 പേര് ഒരു കിലോ മീൻ മേടിക്കുമ്പോൾ ട്രാക്കോ കേബിൾ കമ്പനി ജോലിക്കാരന് കുറവില്ല. ഏത് കടയിൽ പോയാലും നമുക്ക് ശമ്പളം കിട്ടലാണ് ഇല്ല. യാദർശികമായിട്ട് എല്ലാവരും ഇതിൻ്റെ വക്കിലെത്തിക്കാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ MDനെ പോയി കണ്ടിരുന്നു. MDനെ കണ്ടപ്പോൾ ഞാൻ നേരിട്ട് പറഞ്ഞതാണ് കമ്പനിയുടെ തൊഴിലാളികൾ ആത്മഹത്യ വക്കിലാണ്, ആരെങ്കിലും ആത്മഹത്യ ചെയ്യും എന്ന് അദ്ദേഹത്തിന് സൂചന കൊടുത്താണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ യൂണിയൻ്റെ ഇതിൽ പോയി കണ്ടിരുന്നു MDനെ. അന്ന് ഞാൻ ഈ MD എന്നിട്ട് എൻ്റെ കൈക്ക് പിടിച്ചിട്ട് അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ എന്നുള്ള രീതിയിൽ ഈ MD എന്നോട് സംസാരിച്ചാണ്. അത് നടക്കുകയുണ്ടായി. ഇപ്പോൾ 3-4 ദിവസം മുമ്പ് ഇതുപോലെ തന്നെ ഒരു തൊഴിലാളി ആത്മഹത്യാശ്രമം നടത്തുന്നുണ്ടായി ഞങ്ങളുടെ അവിടെ. അതായത് ഞങ്ങളുടെ ഇരിക്കുന്ന സബ്സ്റ്റേഷനിൽ ട്രാൻസ്ഫോമറിൽ ചെന്ന് ആത്മഹത്യ ചെയ്യാനുണ്ടായും. അതിൻ്റെ പേരിൽ യൂണിറ്റുകളുടെ അടക്കം ചെന്ന് ഞങ്ങൾ പിന്തിരിപ്പിച്ച് കൊണ്ടുപോയത്. അങ്ങനെ പല സംഭവം. ഇനി ഉണ്ണിമാരെ ആവർത്തിക്കപ്പെടരുത്, ഒരു ഉണ്ണി ഇവിടെ ഉണ്ടാവരുത്. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അങ്ങേറ്റം കടുത്ത പ്രതിഷേധം, വലിയ കടുത്ത കനത്ത സങ്കടത്തിൽ നിൽക്കുമ്പോഴും പ്രതിഷേധം ഉയരുന്നുണ്ട്. ഉണ്ണിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം നാളെയൊരു സംസ്കാര ചടങ്ങുകളുണ്ട്. അതിനുശേഷം ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകുന്നത്.
കൊച്ചിയിലെ മനോജിനൊപ്പം ഡാനി പോൾ. കൊച്ചിയിലെ ട്രാക്കോ കേബിൾ ജീവനക്കാരനായ ഉണ്ണിയാണ് ആത്മഹത്യ ചെയ്തത്. സംസ്ഥാനമൊട്ടാകെ നമുക്കറിയാം ട്രാക്കോ കേബിൾസിന്റെ നിരവധി ബ്രാഞ്ചുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഒക്കെ ഈ ശമ്പളം മുടങ്ങിയിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഒരു സമയത്ത് ഈ കേബിൾ രംഗത്ത് പൊതുമേഖലാ സ്ഥാപനമായ ഈ ട്രാക്കോ കേബിൾ വലിയ വിപ്ലവം സൃഷ്ടിച്ചതാണ്. വില കുറച്ച് ഉപഭോക്താക്കൾക്ക് സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അവർ നടത്തിയ പ്രവർത്തനങ്ങൾ അത് വലിയ തോതിൽ ലാഭത്തിൽ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ അത് ശമ്പളം മുടങ്ങിയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു പശ്ചാത്തലം കൂടി വരികയാണ്. 15 മാസമായി എന്ന് പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ണി എന്ന ജീവനക്കാരൻ്റെ ആത്മഹത്യയിലേക്ക് എത്തിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് കൊച്ചിയിൽ നിന്ന് നൽകാനുള്ളത്. ഡാനി പോൾ അല്പസമയത്തിനകം ഇതിൻ്റെ വിശദാംശങ്ങളുമായി ചേരും. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഉണ്ണിയുടെ മകളുടെ വിവാഹമടക്കം തീരുമാനിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ അത് എങ്ങനെ നടത്തുമെന്നറിയാതെ വല്ലാതെ ആശങ്കയിലായിരുന്നു ആ മനുഷ്യനെന്നാണ് മനസ്സിലാക്കേണ്ടത്. തുടർന്ന് ആത്മഹത്യയിലേക്ക് അദ്ദേഹം പോകുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഉണ്ടായത്. ഡാനി പോൾ ചേരുന്നു. ഡാനി, എന്താണ് സഹപ്രവർത്തകർക്ക് പറയാനുള്ളത്? MD-ക്കെതിരെ അടക്കം ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടല്ലോ. ഈ ട്രാക്കോ കേബിളിൻ്റെ അവസ്ഥ വല്ലാതെ ദയനീയമാണോ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയൊക്കെ? ഡാനി, കേൾക്കാമോ? ഡാനി ഇപ്പോഴാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഡാനി, സഹപ്രവർത്തകർ പറയുന്നത് എന്താണ്? ആരുടെ അനാസ്ഥയാണ് ഇത്ര വലിയ ഒരു സംഭവത്തിലേക്ക് നയിച്ചത്? രഞ്ജിത്ത്, കഴിഞ്ഞ 15 മാസമായി ഇവർക്ക് ശമ്പളം ലഭിച്ചത്. ട്രാക്കോ കേബിൾ പൊതുമേഖലാ സ്ഥാപനമാണ്. അവിടെ നമ്മൾ ഇരുമനം BPCയിലേക്ക് പോകുന്ന വഴിയിലാണ് ഇവരുടെ കൊച്ചിയിലെ യൂണിറ്റ് അടക്കം പ്രവർത്തിക്കുന്നത്. കോട്ടയത്തും കണ്ണൂരുമാണ് മറ്റ് യൂണിറ്റുകളുള്ളത്. നമുക്കിത് കാണാം. ഇതെല്ലാം ഇവർ കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ അവിടെ സമരം അനുഷ്ഠിച്ചു പോയിരുന്നു. ഇവരുടെ ഒരു അവകാശങ്ങൾ, അത്തരം കാര്യങ്ങൾ, അതിനുവേണ്ടിയുള്ളൊരു സമരം കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. രണ്ട് വശത്തും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരത്തിൻ്റേതായ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളായി സമരം തുടരുകയും ചെയ്യുന്നു. അടുത്ത ഇടയായി ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നൊരു ചർച്ച എന്ന് പറയുന്നത് അതിവിശാലമായ ഒരു കോമ്പൗണ്ടാണിത് ട്രാക്കോ കേബിളിൻ്റേത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇൻഫോ പാർക്ക് അടക്കമുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലം മുഴുവനായിട്ട് തന്നെ ഇൻഫോ പാർക്കിൻ്റെ ഒരു അടുത്ത ഘട്ട വികസനത്തിന് വേണ്ടി കൈമാറുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. ഏതാണ്ട് മന്ത്രിതല ചർച്ചകളെല്ലാം നടത്തി പൂർത്തിയായി ജീവനക്കാരോടൊപ്പം അത്തരം ചർച്ചകളെല്ലാം നടത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതേതാണ്ട് തത്വത്തിൽ ധാരണയാവുകയും ഇവർക്ക് അതിൻ്റെ ഒരു ജോലി നഷ്ടമാകുന്നു, ഇതിൻ്റെ ഒരു നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ അത് ഇവർക്ക് വിതരണം ചെയ്യാമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. പക്ഷേ അത്തരം ഒരു ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നതിനിടെ തന്നെയാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവവും ഉണ്ടാകുന്നത്. അതിൽ പ്രധാനമായിട്ട് അവർ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് MD-യുടെ വക ഒരു പ്രസ്താവനയുണ്ടായിരുന്നു മറ്റൊരു യൂണിറ്റിൽ. അതുകൊണ്ട് ആ യൂണിറ്റ് അവിടെ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് നഷ്ടപരിഹാരമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അതിന് അർഹതയില്ല, നിങ്ങൾക്ക് ലഭിക്കാനുള്ളൊരു സാധ്യതയില്ല എന്ന് ആ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞുവെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഈ വിഷയങ്ങൾ ആണ് ഉണ്ണിയെ അടക്കം ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവന്നത്. നേരത്തെ നമ്മളോട് സംസാരിച്ചവർ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള മാനസിക സംഘർഷം ഇവർ അനുഭവിക്കുകയും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഉണ്ണിയുടെ ആത്മഹത്യയിലേക്ക് അടക്കം വരുന്നത്. മകളുടെ വിവാഹ നിശ്ചയം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുകയായിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പിന്നെയും സങ്കീർണ സാമ്പത്തികമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. കമ്പനിയിലെ ഓരോരുത്തരുടെയും ഒരു അവസ്ഥയും ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അല്പം മുമ്പ് ഇവിടെ നമ്മളോട് സംസാരിച്ച് ഇവിടെ വന്നൊരു ഓട്ടോറിക്ഷ തൊഴിലാളി, അദ്ദേഹം പറഞ്ഞത് താനും ഇവിടുത്തെ ജീവനക്കാരനായിരുന്നു എന്നതാണ്. കാരണം മറ്റു വഴികളില്ല, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. ഇവരെ എല്ലാം തന്നെ സഹായത്തോടുകൂടി മാത്രമേ മറ്റെന്തെങ്കിലും ജോലികൾ ലഭിച്ച് മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. കുടുംബം പുലർത്തേണ്ടതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിൽക്കുമ്പോൾ തങ്ങൾക്ക് മറ്റ് ജോലികൾ ചെയ്യാതെ മറ്റ് കാര്യങ്ങളൊന്നും തന്നെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് മറ്റു ജോലികളിലേക്കെല്ലാം അവർ മാറുകയും ചെയ്തു. അങ്ങനെ കടുത്ത പ്രതിസന്ധി പ്രയാസങ്ങളെല്ലാം ഡാനി, സഹപ്രവർത്തകനായ നദീർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. നദീർ, എന്താണ് ഉണ്ണിക്ക് സംഭവിച്ചത് എന്നുള്ളതാണ്. ഈ കമ്പനിയുടെ പ്രതിസന്ധി, ശമ്പളം കിട്ടാതിരുന്നത് ഉണ്ണിയെ വല്ലാതെ ഉലച്ചിരുന്നോ? ഉണ്ണിയെ വല്ലാതെ ഉലച്ചിരുന്നു സാർ. 1 വർഷമായിട്ട് ഞങ്ങൾക്ക് സാലറി ഇല്ല. 1 വർഷമായിട്ട് ഇപ്പൊ സാലറി. ഉണ്ണി വളരെ മാനസികമായിട്ട് ഡിപ്രഷനിലായിരുന്നു.
മാനസികമായിട്ട് ഉണ്ണി ആകെ തകർന്നിരിക്കും. ഉണ്ണി നല്ലൊരു സഹപ്രവർത്തനമായിരുന്നു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഉണ്ണി നല്ലൊരു കമ്പനിയിൽ നല്ലൊരു വർക്കറും എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകുന്നതാണ്. ഉണ്ണിക്ക് ഈ സാലറി കിട്ടാത്തത് വല്ലാത്തൊരു മാനസികമായിട്ട് തകർത്തു കളഞ്ഞു. പിന്നെ കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ വെച്ച് ഉണ്ടി ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ ഞങ്ങൾക്കിത് ഇൻഫോ പാർക്ക് ഏറ്റെടുത്തുകൊണ്ട് നല്ലൊരു പാക്കേജ് നടത്താമെന്നാണ് മിനിസ്റ്റർ ലെവൽ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിൽ തീരുമാനമായത്. അതിന് വിപരീതമായിട്ട് MD മിനിഞ്ഞാന്ന് തിരുവല്ലയിൽ വെച്ച് പാക്കേജ് ഒന്നും നടക്കില്ല, അത് ശരിയാവില്ല എന്ന് അത് ഉണ്ണി അറിഞ്ഞ. അപ്പോൾ ഉണ്ണി ഒന്നും കൂടി മാനസികമായിട്ട് ഉണ്ണി ആകെ തകർന്നുപോയി. അതുകൊണ്ട് ഇപ്പോൾ ഇതിന് കാരണക്കാരൻ MD ഇതിൽ മുഖ്യ പങ്കാണ്. MD ആണ് ഇതിൽ ഇപ്പോൾ മിനിഞ്ഞാന്നെടുത്ത തീരുമാനം ഉണ്ണിയെ വല്ലാതെ മാനസികമായിട്ട് തകർത്തു. അല്ലെ, സർക്കാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ചർച്ചയിൽ കൃത്യമായി ശമ്പളം നൽകുമെന്നും പാക്കേജുകൾ പുനഃസ്ഥാപിക്കുമെന്നും ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷേ MD അതിന് വിഘാതമായുള്ള പ്രവർത്തനം. MD ആണ് ഈ വിഷയത്തിൽ പ്രധാന കാരണക്കാരായി നിങ്ങൾ കരുതുന്നത് അല്ലേ? ആ MD ആണ് ഇപ്പോൾ ഇതിൽ മെയിൻ കാരണക്കാരൻ. MD തന്നെയാണ്. MDക്കെതിരെ നടപടി ഉണ്ടാകണം, MD അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ സംയുക്ത ട്രേഡ് യൂണിയൻ ആവശ്യപ്പെടുന്നത്. ഈ എന്തുകൊണ്ടാണ് ഈ ശമ്പളം 10 മാസമായി മുടങ്ങിയ ഒരു പശ്ചാത്തലം? അത് സർക്കാരുമായി നിരന്തരമായി നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നോ യൂണിയനുകൾ? നിരന്തരമായി ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു, സമരം ചെയ്ത് ഞങ്ങൾ പല പ്രവൃത്തി ലേബറിലും മിനിസ്റ്റർക്കും എല്ലാ വകുപ്പുകൾക്കും ഞങ്ങൾക്ക് ലെറ്റർ കൊടുക്കുകയും സമ്മർദ്ദം ചെലുത്തുകയൊക്കെ ചെയ്തു. ഇത് ഗവൺമെന്റ് വകുപ്പ് മന്ത്രി, ഞങ്ങളുടെ അടുത്ത മണ്ഡലക്കാരനാണ് P. രാജീവ്, വ്യവസായ വകുപ്പിന്റെ കീഴിലാണ് കമ്പനി. മന്ത്രി അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യില്ല. അവർക്കൊരു അലംഭാവ രീതിയിലായിരുന്നു. എങ്ങനെയും വിറ്റ് തുലയ്ക്കണം എന്നുള്ളൊരു ഗവൺമെന്റ് പോളിസിയാണ് അവർ രണ്ടാമത് വന്ന ഈ ഗവൺമെന്റ് ഞങ്ങളോട് തിരിച്ച സമീപനം. വളരെ ധിക്കാരപരമായ ഒരു സമീപനമാണ് ഞങ്ങളോട് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് വകുപ്പ് മന്ത്രി MD. ശരി 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 അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനാണ് ചേർന്നത്. അദ്ദേഹത്തിന് MD-യുമായി നദീറാണ് ചേർന്നത്. നദീർ പറയുന്നത് MD ആണ് ഈ വിഷയത്തിൽ കുറ്റക്കാരനെന്നാണ്. കാരണം MD സർക്കാർ തലത്തിൽ പെൻഷനും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകാനുള്ള തീരുമാനമെടുത്തിരുന്നു. അത് പിന്നീട് അട്ടിമറിക്കപ്പെട്ടു. അതാണ് ഉണ്ണിയെ മാനസികമായി വല്ലാതെ വിഷമിപ്പിച്ചത് എന്നും